മികച്ച സഹനടിയായും അഭിനയത്തിന് വിജയരാഘവനെ മികച്ച സഹനടനായും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഉള്ളൊടുക്കാണ് മികച്ച മലയാളമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ചിത്രമായി 12th ഫെയിൽ ഹിന്ദി ചിത്രമായ 12th ഫെയിൽ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച ജനപ്രിയ ചിത്രമായി റോക്കി और റാണി की പ്രേം കഹാനി ഹിന്ദി ചിത്രമായ റോക്കി और റാണി की പ്രേം കഹാനിയാണ് ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ബാലചിത്രം നാൾ 2 എന്ന മറാഠി ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച സംവിധാനം സുദീപ്തോ സെൻ ദി കേരള സ്റ്റോറി ഹിന്ദി ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ വിക്രാന്ത് മാസിക്കുമാണ് മികച്ച നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഷാറൂഖ് ഖാന് ജവാൻ എന്ന സിനിമയിലൂടെയും വിക്രം 12th ഫെയിൽ എന്ന ചിത്രത്തിലൂടെയുമാണ് മികച്ച നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത്. മികച്ച നടി മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ റാണി മുഖർജി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മികച്ച സഹനടൻ ആയിട്ട് വിജയരാഘവൻ പൂക്കാലം സിനിമയിലൂടെ മലയാള സിനിമ താരമായ വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് അർഹനായി. അതുപോലെ തന്നെ മുത്തുപേട്ടെ സോമുക്കറാണ് പാർക്കിംഗ് എന്ന സിനിമയിലൂടെ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു നടൻ. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്ക് എന്ന മലയാള സിനിമയിലൂടെ ഉർവശി സ്വന്തമാക്കിയിരിക്കുകയാണ്. വഷ് എന്ന ഗുജറാത്തി സിനിമയിലൂടെ ജാൻകി ബോഡിവാലയാണ് മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു നടി. മികച്ച മലയാള സിനിമയായി ഉള്ളൊഴുക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കേരള സ്റ്റോറിക്കും പുരസ്കാരമുണ്ട്. കേരള പ്രശാന്തു പാത്രേ നേടി. മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരവും മലയാളിക്കാണ്. മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം പൂക്കാലത്തിലൂടെ മിഥുൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. മികച്ച ഫാഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം 2018 മോഹൻദാസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. രാജേഷ്, വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. മലയാളത്തിന് നിരവധി അവാർഡുകളാണ്. അതിലെടുത്തു പറയേണ്ടത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറിക്കും ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. രാജേഷ്, തുടരാം. ഏറെ വിവാദമായ കേരളക്ക് 2 അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. അത് മികച്ച സംവിധാനം എന്ന വിഭാഗത്തിലും മികച്ച ഛായാഗ്രഹം എന്ന വിഭാഗത്തിലുമാണ് 2 അവാർഡുകൾ നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ മികച്ച ഛായാഗ്രഹൻ എന്ന പ്രശാന്ത് മഹാത്രയാണ് കേരള മികച്ച ഛായാഗ്രഹൻ എന്ന നിലയിൽ പ്രശാന്ത് മഹാത്രയാണ്. മികച്ച സംവിധാനം എന്ന നിലയിലും ഇപ്പോൾ കേരള സ്റ്റോറിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകൻ ഏറെ പ്രസിദ്ധ അല്ലെങ്കിൽ ഏറെ ആരാധകരുള്ള GV പ്രകാശാണ് വാശി എന്ന സിനിമയിലൂടെ മികച്ച സംഗീത സംവിധായകൻ എന്ന വിഭാഗത്തിൽ GV പ്രകാശിനെ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തുള്ളത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഇതൊരു അഭിമാന നേട്ടം. എല്ലാ വർഷത്തെ തന്നെ ഇത്തവണയും പുരസ്കാര തിളക്കത്തിനാണ് നിലവിൽ ഇപ്പോൾ മലയാള സിനിമ 6ഓളം പുരസ്കാരങ്ങളാണ് 7ഓളം പുരസ്കാരങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു അന്യഭാഷാ സിനിമയ്ക്ക് ഹിന്ദി ചിത്രമായ അനിമൽ എന്ന ചിത്രത്തിലൂടെ 2 മലയാളികൾക്കും വിഭാഗത്തിൽ പുരസ്കാരം കൂടി നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മികച്ച സംസ്ഥാന നടി എന്ന നിലയിൽ മികച്ച അവാർഡ് കരസ്ഥമാക്കിയതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഉർവശിക്ക് ഒരു ദേശീയ അവാർഡും ലഭിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡിൽ മികച്ച അവാർഡ് ലഭിച്ച വിജയ നിലവിൽ ഇപ്പോൾ ദേശീയ പുരസ്കാരം കൂടി നിലവിൽ ഇപ്പോൾ മികച്ച സൗണ്ട് ഡിസൈനിങ് എന്ന വിഭാഗത്തിൽ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന ചിത്രത്തിലൂടെ മോഹൻദാസിന് മികച്ച എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചിത്രത്തിലൂടെ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച എഡിറ്ററായിട്ട് മിഥുൻ മുരളിയെ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും 7ഓളം പുരസ്കാരങ്ങളാണ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. മികച്ച നടനായി അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് ഖാനെയും അതുപോലെ തന്നെ വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന ചിത്രത്തിൽ വിക്രാന്ത് മാസിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മികച്ച നടിയായി നിലവിൽ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെയാണ് റാണി മുഖർജിയെ മികച്ച നടിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ദമ്പതികളെ നോർവേയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോർവേ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ 2011 ആസ്പദമായി ഒരുക്കിയ ചിത്രമാണ് മിസ്റ്റർ
പീറ്റർ ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രം. അതിലൂടെയാണ് നിലവിൽ ഇപ്പോൾ റാണി മുഖർജിക്ക് ഒരു മികച്ച നടി എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വലിയ സാമ്പത്തിക വിജയമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ജവാൻ എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറെ നിരൂപക പ്രശംസിക്കാൻ കളക്ഷൻ മുന്നോട്ട് പോയ മുന്നിൽ നിന്നിരുന്ന വിക്രാന്ത് മാസി നടനായ അല്ലെങ്കിൽ നായകനായ ടോണി ഫെയിലാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മലയാളത്തിൽ ക്രിസ്റ്റോ ടോഫി സംവിധാനം ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ മികച്ച സഹനടിയായി ഉർവശിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു അഭിമാന നേട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോലെ നിരവധി മലയാള സിനിമ പുരസ്കാരം മലയാള സിനിമ ഉള്ളത്. അതിൽ മികച്ച മലയാള സിനിമയെ ഉള്ളൊഴുക്കി എന്ന ചിത്രത്തെ ഉള്ളത്. ആലപ്പുഴയിൽ വെള്ളപ്പൊക്കം പശ്ചാത്തലത്തിൽ വലിയ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു ചിത്രം. ആ ചിത്രത്തിലാണ് മികച്ച മലയാള സിനിമ എന്ന വിഭാഗത്തിലും മികച്ച സഹനടി എന്ന വിഭാഗത്തിലും 2 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. പൂക്കാലം ചിത്രത്തിന് ഗണേശ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിലൂടെ വിജയരാഘവനെ മികച്ച സഹനടനായിട്ടും മികച്ച എഡിറ്ററായി പൂക്കാലം എന്ന സിനിമയിലൂടെ മിഥുൻ മുരളിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി മോഹൻദാസിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറെ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറിക്ക് 2 പുരസ്കാരങ്ങളാണ് ുള്ളത്. മികച്ച സംവിധാനം എന്ന വിഭാഗത്തിലും മികച്ച എന്ന വിഭാഗത്തിലുമാണ് 2 പുരസ്കാരങ്ങളാണ് കേരള സ്റ്റോറി ലഭിച്ചിട്ടുള്ളത്. മികച്ച സംവിധായകൻ സുദീപ് സെൻ കേരള സ്റ്റോറിക്കും അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹൻ എന്ന വിഭാഗത്തിൽ പ്രശാന്ത് മഹാത്രയുമാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും ഒരു രാഷ്ട്രീയ പ്രേരണ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ആയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാകുന്നു. അർഹരായ കാലത്ത് തന്നെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നതിലേക്കും ഒരു സന്തോഷമുള്ള വാർത്തയും നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. മലയാള സിനിമയ്ക്ക് എല്ലാ വർഷവും പോലെ ഇത്തവണ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ദീപ്തി, തീർച്ചയായും 3ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബോളിവുഡ് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ പങ്കിട്ടു. ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 12th ഫെയിൽ എന്ന ചിത്രമാണ് നടൻ വിക്രാന്ത് മാസിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. റാണി മുഖർജിയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് 2ാം തവണയാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. പൂക്കാലം എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതാണ് ദേശീയ പുരസ്കാരം. ദ കേരള സ്റ്റോറി മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിനാണ്. ഈ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷം ഈ ഒരു സംഗീത സംവിധായകനായ GV പ്രകാശ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുക. 12th ഫെയിലാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിധു വിനോദ് ചോപ്ര 12th ഫെയിലാണ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച നവാഗത സംവിധായകൻ ആശിഷ് ബെൻഡെ. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. മികച്ച കുട്ടികളുടെ ചിത്രം മറാത്തി ചിത്രത്തിന് മികച്ച ആനിമേഷൻ സിനിമയായി ഹനുമാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധാനം സുദീപ് സെൻ. കേരള സ്റ്റോറിയുടെ സുദീപ് സെന്നാണ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ശില്പ റാവു. മികച്ച ഗായകനുള്ള അവാർഡ് PVNS രോഹിത് എന്നിവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. പുരസ്കാരം നിറഞ്ഞാണ് മലയാളം സിനിമ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിരവധി അവാർഡുകളാണ് മലയാളത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഉർവശിക്കാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് ഉർവശിക്ക് മികച്ച പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനാണ്. ഇത് ആദ്യമായാണ് വിജയരാഘവന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്.
മികച്ച പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് മോഹൻദാസിന്റെ 2018 പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. മോഹൻദാസ് ആണ് ഈ ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ് ചെയ്തത്. അദ്ദേഹത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച ചമയ ശ്രീകാന്ത് ദേശായി. ഇപ്പോൾ നടി ഉർവശി നമ്മളോടൊപ്പം. നമസ്കാരം. ഈ ഒരു ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പോ ഒരു ദേശീയ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം തന്നെയല്ലേ. ചിലപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കിട്ടിയ ഒരു പുരസ്കാരമായിട്ടല്ലേ ഞാൻ അത് കണക്കാക്കുന്നത്. തീർച്ചയായും മലയാളത്തിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനും ഈ ഒരു ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ദേശീയ പുരസ്കാരത്തിലും തങ്ങൾക്ക് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കിത് അംഗീകരിച്ചു എന്നതാണ് ആദ്യത്തെ പുരസ്കാരം അവിടെ നിന്നാണ് കിട്ടിയത്. പ്രേക്ഷകർ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകയിലുള്ള എല്ലാ പ്രേക്ഷകരും ഒരുവിധം കണ്ട സിനിമയാണ് ഉള്ളൊഴുക്ക്. അപ്പൊ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചു തന്ന ഒരു പുരസ്കാരം ഇത് കേന്ദ്രം അത് നടപ്പിലാക്കി തന്നു. അതാണ് സന്തോഷം. തീർച്ചയായും ഇപ്പോൾ രണ്ടാമത്തെ ദേശീയ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിന് വളരെയധികം സന്തോഷം. ഇപ്പോൾ ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക്